മുതിർന്ന കോൺഗ്രസ് നേതാവ് ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. അസുഖബാധിതനായതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. രാജ്യത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ ശിവരാജ് പാട്ടീൽ വിട പറഞ്ഞു. അസുഖബാധിതനായതിനെ തുടർന്ന് കുറച്ചുനാളുകളായി ലാത്തൂരിലെ വസതിയിലായിരുന്നു. വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. രാവിലെ 6:30യോടെയാണ് അന്തരിച്ചത്. 91 വയസ്സായിരുന്നു. ലോക്സഭാ സ്പീക്കർ, കേന്ദ്രമന്ത്രിസഭയിലെ വിവിധ പ്രധാന വകുപ്പുകൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ശിവരാജ് പാട്ടീൽ നിരവധി അഭിമാനകരമായ പദവികൾ വഹിച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള പാട്ടീൽ മറാഠവാഡ മേഖലയിലെ ലാത്തൂരിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും നിരവധി സംഭാവനകൾ. അതുപോലെ പാർലമെന്റിൽ നിരന്തരം പല വിഷയങ്ങൾ ഉന്നയിച്ചും ശ്രദ്ധ നേടിയിരുന്നു. 1980-ൽ പാർലമെന്റിലെത്തിയ ശേഷമാണ് പാട്ടീൽ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. ആദ്യം ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിലും പിന്നീട് രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിലും അംഗമായിരുന്നു. നെഹ്റു ഗാന്ധി കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. 91-ൽ സ്പീക്കറായിരിക്കുമ്പോഴാണ് ലാത്തൂരിൽ ഭൂകമ്പം ഉണ്ടാകുന്നത്. അന്ന് ദുരന്തമുഖത്ത് നേരിട്ടെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ശിവരാജ് പാട്ടീൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായും മുമ്പ് ലോക്സഭാ സ്പീക്കറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ലാത്തൂർ ലോക്സഭാ സീറ്റിൽ നിന്ന് 7 തവണ പാട്ടീൽ വിജയിച്ചിരുന്നു. മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ പാട്ടീൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് വിമർശനങ്ങൾ നേരിട്ടതിനെ തുടർന്നായിരുന്നു പിന്നീട് അദ്ദേഹം രാജിവെച്ചത്. സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചുള്ള വിമർശനങ്ങളായിരുന്നു രാജിയിലേക്ക് നയിച്ചത്. പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന പാട്ടീൽ പതിറ്റാണ്ടുകളായി കേന്ദ്രമന്ത്രിസഭയിൽ നിരവധി സുപ്രധാന വകുപ്പുകൾ വഹിക്കുകയും ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ശബ്ദമായി തുടരുകയും ചെയ്തു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.